ഹായ്. ഇന്നിപ്പോൾ ഞാൻ മൈസൂർ എത്തിയതിൻ്റെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കറക്കവും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനും ഉണ്ട്, കുട്ടനുണ്ട്. സോ വെൽക്കം ടു മൈസൂർ. ആദ്യം നമുക്ക് ഞങ്ങൾ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ രുചി ഹോട്ടലിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം നമുക്ക് വേഗം പോയി വാതിലൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും കാണാം. നമ്മുടെ റൂം ബാക്കി കാണിച്ചു തരാം. ഇവിടെ നല്ല വലിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. എനിക്ക് ഈ കണ്ണാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ബെഡ്റൂം. മുകളിലൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. നമുക്ക് ഇരുന്നിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാം. കുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൽ ഈ ബീർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ ഇതൊന്നും കോംപ്ലിമെന്ററി അല്ല കേട്ടോ. ഇതിൽ ചില സാധനങ്ങൾ മാത്രമാണ് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പേയ്മെന്റിലുള്ളതാണ്. പിന്നെ ഇത് അലമാര. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഒരുപാട് സ്പേസ് ഉണ്ട് ഈ റൂമിൽ തന്നെ. എല്ലാത്തിനും അങ്ങ് മൂലയ്ക്ക് ഒരു ടേബിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞു ടേബിളും 2 കസേരയുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. ഇനി നമുക്ക് ബാൽക്കണിയിൽ പോകാം. ഈ ബാൽക്കണി ഉണ്ടല്ലോ, അവിടുത്തെ വ്യൂ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, സെറ്റപ്പ് ആയേനെ നമുക്ക് അവിടെ ഇരിക്കാനും. പിന്നെ ഇതാ വൈകുന്നേര സമയത്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം. ഇരുന്നിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ചുമ്മാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാം. ഇനി ബാത്റൂം മാത്രമായിട്ട് എന്തിനാ കാണിക്കാതിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങിട്ടോ. വേറെ ഒന്നും കണ്ടല്ല, ഞങ്ങൾക്ക് സിറ്റിയിൽ എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്തുള്ളൊരു സ്ഥലത്ത് റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി പേയ്മെന്റ് ചെയ്യണം. അതിനുവേണ്ടി ലോഞ്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഈ സമയം നോക്ക്, ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ ഒന്നിങ്ങനെ ഒരു നോട്ടം നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടൻ നോക്കി കന്നഡ ന്യൂസ് പേപ്പറൊക്കെയാണോ വായിക്കുന്നത്. ഈ കുടവയറമ്മാവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് നേരെ മൈസൂർ സിറ്റിയിലേക്ക് വിട്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡനിൽ പോയി. പക്ഷെ ചമ്മിപ്പോയി ഗായ്സ്, അത് പൂട്ടിപ്പോയായിരുന്നു. അങ്ങനെ ഇനി എന്ത് കാണാന്ന് വിചാരിച്ചിട്ടേ രാജകൊട്ടാരം പോലെയില്ല ഒരു സംഭവം. എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ട് കയറി. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ മിറർ മേസിലേക്കാണ് കയറിയത്. ഇനി അടുത്തത് ഫുൾ എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എങ്ങോട്ടെന്നറിയോ? സ്നോ പാർക്കിലേക്ക്. നമുക്കിനി ഒന്ന് മാറ്റി പിടിച്ചാലോ? അങ്ങനെ പാട്ടും ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ മടുത്തു. ഇനി ഇവിടെ ഒരു 3D ഫോട്ടോ ഗാലറി ഉണ്ട്. അങ്ങോട്ടേക്ക് പോയാലോ? ബാ. മൈസൂർ പോയി കഴിഞ്ഞാൽ പിന്നെ മൈസൂർ പാക്ക് ഇല്ലാതെ പോകാൻ പറ്റൂ. ഇവിടെ ഒരു ട്രഡീഷണൽ രീതിയിൽ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന ഒരു കടയിൽ ഞങ്ങൾ കയറി കേട്ടോ. അതാണ് ദ വേൾഡ് ഓഫ് മൈസൂർ പാക്ക്. അവിടുന്ന് മൈസൂർ പാക്കെല്ലാം മേടിച്ചു, ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അടുത്ത യാത്രയായി. ഇനി ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഡ്രൈവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് അത്രേ. അതായത് പഴയ ഹൊയ്സാല സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ നിർമ്മിച്ച കല്ലിൽ കൊത്തിവെച്ച ഒരു ക്ഷേത്രം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വിട്ടു. ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് KRS ഡാമിന്റെ തീരത്തുള്ള ക്ഷേത്രമാണ്. 12ാം നൂറ്റാണ്ടിലുണ്ടല്ലോ, ഹൊയ്സാല ശൈലിയുള്ള പുരാതന ക്ഷേത്രമാണ്. 1990 ഈ ഡാം നിർമ്മാണത്തെ തുടർന്ന് ഇത് മുങ്ങിപ്പോയി പോലും. 70 വർഷത്തിലധികം വെള്ളത്തിനടിയിലായിരുന്നു ഈ ക്ഷേത്രം. അത് കഴിഞ്ഞ് പിന്നെ 2000-ലാണ് ഗോദായി ഫൗണ്ടേഷൻ പുനർനിർമ്മിച്ചത്. ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇരുന്നു.
അപ്പൊ അത്രയേ ഉള്ളൂ.